പട്ടിണി കിടന്നിട്ടുണ്ട്. വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും പുത്തമ്പുരയ്ക്ക് ബാലൻ ഒരുത്തന്നെ കാല് പിടിച്ചിട്ടില്ല. അറിയോ? കാശും പണവും ഇല്ലെങ്കിലും ഇവിടുത്തെ ആളുകളുടെ ഇടയില് അതുകൊണ്ട് ബാലനൊരു വെയിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് അത് കളയാൻ പോവാ. 5-10 കൊല്ലം മുമ്പുള്ള കഥയാ. മദനാന്തകത്തൊരു സവാരി പോയിട്ട് രാത്രി കാർ ഓടിച്ചു വരികയായിരുന്നു. നേരം വൈകിയതുകൊണ്ട് റോഡിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ ലാൻഡ് മാസ്റ്ററാ. ഹെഡ്ലൈറ്റിന് സൂര്യന്റെ വെളിച്ച. ദൂരെ നിന്ന് എന്നെ കണ്ടു. തവിട് പൊടിയായി കിടക്കുന്നു ഒരു ഫോർഡ് കാറ്. ഞാൻ വണ്ടി നിർത്തി. നോക്കിയപ്പോ ഓവുചാലിലൊരു മനുഷ്യൻ ഊർദ്ധശ്വാസം വലിക്കുക. ചോര ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ അയാളെ വലിച്ചു വണ്ടിക്കകത്ത് ഇട്ടു. പിന്നെ 100 മൈൽ സ്പീഡിൽ ഒറ്റ പോക്ക. 10 മിനിറ്റ് കൊണ്ട് ജനലാസ്പത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും ആള് കാഞ്ഞു പോയി കാണും അല്ലേ? ദാസ, ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. എടാ, ആ മനുഷ്യനെ കാണാൻ നമ്മളിപ്പോ പോകുന്നത്. Yes, come in. എന്തൊക്കെയാണ് ബാല, ഈ പാവപ്പെട്ടവനൊക്കെ താൻ മറന്നു കാണുമെന്നാ കരുതിയത്. അയ്യോ, പല പ്രാരാബ്ദങ്ങളായിട്ട് നടക്കുകയാണേ. പ്രാരാബ്ദോ? തനിക്കോ? ഞാനിവിടെ ഉള്ളപ്പോ നടക്കില്ല. ഇവരൊക്കെ ആരാ? ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. താൻ കാര്യം പറ ബാല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാ. പറഞ്ഞോ. എനിക്ക് വേറെ ആരോടും പറയാനില്ല. രണ്ടാൾക്കും എന്തെങ്കിലും ഒരു ജോലി. ആവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ബികോം പാസ്സായിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്. ഇവൻ BSc പ്രീ ഡിഗ്രി. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നോ? ഈ ബാലൻ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടയാളാ, അതുകൊണ്ടായി ചോദിക്കുന്നേ. ഓ, താൻ ഇപ്പോഴെങ്കിലും ഒരു കാര്യത്തിന് എന്നെ തിരക്കി വന്നല്ലോ, അതാ എനിക്ക് സന്തോഷം. ഈ ദാസന്റെ കാര്യ എനിക്ക് പ്രധാനം. എന്റെ കാര്യവും ബാലേട്ടന് വളരെ പ്രധാനമാണ്. ദാസൻ കൊമേഴ്സ് ആയതുകൊണ്ട് അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യട്ടെ. ഞാനും. ഇയാള് തൽക്കാലം ഗോഡൌണില്ല. ഒഴിവ് വരുമ്പോ ഓഫീസിൽ കയറാം. അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവില്ല. അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ല. അതിനുള്ള വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ. മുതലാളി പറഞ്ഞത് കേട്ടാ മതി. അത് മതി. അപ്പൊ നാളെ തന്നെ. അത് നിങ്ങളുടെ ഇഷ്ടം. മുന്ന മാതിരി 30 രൂപയ്ക്കെല്ലാം വീട് കിടക്കുന്നത് ரொம்ப കഷ്ടം. കുടിശ്ശിക இருந்தா கூட 150 രൂപ വാടക കേൾക്കാ. എന്താ ബാലേട്ടാ ഈ വഴിക്ക്? ഇവന്മാരെ നാട്ടിൽ നിന്ന് വന്ന് പെട്ട കുരിശുകളാണ്. ഒരു വീട് വേണം. അഡ്വാൻസ് ഒന്നും ഉണ്ടാവില്ല. മാസാമാസം കൃത്യമായിട്ട് വാടക തരും. വല്ല വീടും കാര്യമുണ്ടോ നോക്കാം. ഇവൻ കാണിച്ചു തരും. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വന്നാ എന്റെ കഞ്ഞൂടി മുട്ടും. ഒന്ന് മാറിക്കടോ. അതെ, അവിടെ ഞങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടും ബാലേട്ടാ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു 1000-1500 രൂപ കിട്ടുമായിരിക്കും അല്ലേ? അതൊന്നും പോരാ. നിനക്കിപ്പോ ഒരു 5000 രൂപ കിട്ടും. മറ്റവനൊരു 4000 രൂപ കിട്ടും. അപ്പോ രണ്ടാൾക്കും കൂടി 9000 രൂപ. എന്താ പോരെ? നിനക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തണ്ടാ? കൂടി വന്നാ ഒരു 500 രൂപ കിട്ടും. 500 രൂപ? അയ്യേ. സൗകര്യം ഉണ്ടെങ്കിൽ പോയാ മതി. അല്ല, ഞാൻ പിന്നെ ബാലേട്ടാ ഉടുക്കാൻ വാങ്ങാനും കഞ്ഞി വെക്കാനും ഒക്കെ ആയിട്ട് ഒന്നുമില്ല കയ്യില്. പിന്നെ എന്തും കൊണ്ടാ ഇങ്ങ് പോകുന്നത്? 2 അടങ്ങഴി അരിയുടെ ചോറിനാനുള്ള ഒരു വയറും ഇളിഞ്ഞൊരു മോന്തയുണ്ട് സ്വന്തമായിട്ടല്ലേ? അതെ. കൊണ്ടുപോയി ചിന്നെ. ഏത് ടൈപ്പ് വീട് വേണമെന്ന് ചോദിക്കുന്നു. വീട് നല്ല വീടായിരിക്കണം. ബെഡ്റൂം 1 പോരല്ലേ? 2 തന്നെ ആയിക്കോട്ടെ. പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹാള്. അത് വേണം. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം. പൂജാമുറിയോ? പൂജാമുറി ആയിക്കോട്ടെ. ആയിക്കോട്ടെ. വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേല് വേണം. നല്ല പൂന്തോട്ടവും കാറ് കയറ്റിയിടാനുള്ള സ്ഥലവും. ഇപ്പൊ എല്ലാ സൗകര്യം ഉള്ളൊരു വീട് വേണമെന്ന് അർത്ഥം. അത് തന്നെ. നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ളൊരു വീട് വേണമെങ്കിലേ മാസം ഒരു 2000 രൂപ വാടകയാവും. 2000 രൂപ? അതെ. അത്രയും വാടക? പിന്നെ എത്ര കൊടുക്കാം? 1500-ന്റെ. ഇനിയും താഴട്ടെ.
1000. കുറച്ചുകൂടെ താഴത്ത്. 750. കുറച്ചുകൂടെ പോരട്ടെ. 500. അല്ല കുറച്ചുകൂടെ താഴത്ത്. ഇനി എവിടം വരെ താഴണം പറ. ഒരു 150 വരെ. 150 വരാം. 150. 2 ബെഡ്റൂം, അതെ. പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, AC, അതെ. 150 രൂപ വാടക. അതെ. വാ, പറ്റിയ സ്ഥലമാണ്. ആ. ഈ വീടിന് 175 രൂപയാ ചോദിക്കുന്നത്. ഒരു 150-ന് ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ബന്ധത്തിലുള്ള ഒരു വീടാ, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നോക്കിയോ. ஆஹா, பிரமாதமா இருக்கேன்னா. நீங்க 2 பேரு தானே? இங்க சமையல் பண்ணலாம். ചമയല? ഓ, പറഞ്ഞ പോലെ തമിഴ് അത്ര വശമായിട്ടില്ല അല്ലേ? ചമയൽ എന്ന് വെച്ചാ പാചകം. അപ്പൊ ശരിക്കുള്ള അവിടുത്തെ ചമയലിൽ എന്താ പറയാ ഇവിടെ? എന്ത് ചമയല്? അപ്പൊ മലയാള വാക്കൊന്നും വലിയ വശമില്ലല്ലേ? എന്തോന്ന് മലയാള ആസാനേ, എങ്ങനെങ്കിലൊക്കെ പഴക്കണം, അത്ര തന്നെ. இந்த நாட்டு மக்களுக்காகத்தான் நாங்க இந்த மருத்துவமனையை இங்கு கட்ட தீர்மானம் பண்ணியிருக்கோம். இது என்னுடைய தனிப்பட்ட நோக்கமல்ல. உங்கள் ஆரோக்கிய வளர்ச்சிக்காகவே அரசு இப்படி ஒரு முடிவெடுத்திருக்கிறது. எனவே நான் சொல்லுவது என்னவென்றால், இந்த இடம் பூராவும் அரசுக்கு சொந்தமானது. இங்கே கட்டியிருக்கும் குடிசை மற்றும் வீடுகள் அத்தனையும் போன காலத்திலே பட்டா இல்லாமல் கட்டப்பட்டது. அரசு இனிமேல் அதை அனுமதிக்க மாட்டார்கள். இந்த இடம் இப்போ எங்களுக்கு சேர்ந்தது. இங்கே குடியிருக்கும் மக்கள் அனைவரும் உடனே காலி பண்ணி போக வேண்டும். நான் சொல்வது വീടുകളൊക്കെ കാലിയാണെന്നല്ലേ അയാള് പറയുന്നത്? അതൊക്കെ അങ്ങനെ കിടക്കുന്നേ. ആര് കാലി ചെയ്യാനാ? ആരാ പ്രസംഗിക്കുന്ന ആള്? അവര് പെരിയ ആള്, സർക്കാരിലൊക്കെ നല്ല പിടിപാടാ. കോവൈ വെങ്കടേശനെ. വെങ്കടേശൻ പ്രശ്നം ഉണ്ടാക്കോ? ഒരു പ്രശ്നമില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. നിങ്ങൾ വാ, നമുക്ക് ഹൗസ് ഓണറെ കാണാം. വാന്ന്. വാ. വളരെ ശ്രദ്ധിച്ചു തന്നാ ഞാൻ ഓഫീസിനകത്ത് കയറിയത്. ഞാനുമായി സംസാരിക്കുന്ന സീഡികൾ കണ്ടാൽ തന്നെ സാറിന് എന്താ കുഴപ്പം? സിറ്റിയിൽ മറ്റു വിധത്തിൽ നിലയും വിലയുള്ള ഒരു കമ്പനി മുതലാളിക്ക് മയക്കുമരുന്നുമായി ബന്ധമുണ്ടെന്ന് പെട്ടെന്ന് ആരും കരുതുകയില്ല. അതൊന്ന് പതുക്കെ പറയൂ. ചുവരുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ. ആ സിഐഡികളെ ശരിപ്പെടുത്തുന്നവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചേ പറ്റൂ. അത് ഞാൻ ഏറ്റു. യെസ്, കം ഇൻ. യെസ് മിസ്റ്റർ ദാസൻ. ജോലി എന്താണെന്ന് അറിയാതെ ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു. ഓ, ഐ സീ. ആ അക്കൗണ്ട് സെക്ഷനിലെ ക്ലർക്കിനോട് വരാൻ പറയൂ. Yes, sir. This gentleman will help you, Miss Radha. He's BCom, first class. Take him and teach him. Okay, sir. All the Thank best. you, all thank the you best. very Go with that. Oh. Yes. See the figures on the left page. See the figures on the left page. There are 4 columns. Column number 1, audited figures for the latest financial year as on 31/12/1986. Column number 2, audited figures for the previous financial year, that is 31/12/1985. ഇങ്ങേ ഇരിക്കാൻ ഒന്നും കിടക്കൂലേ? Column number 3, profit before tax. Column number 4, profit after tax. പുരുഷന്മാരെ ബഹുമാനിക്കാൻ അറിയാത്ത ഇവളെയൊക്കെ ഒന്നിരുത്താനുള്ള മര്യാദ പോലുമില്ല, അഹങ്കാരി. മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ MDക്ക് കംപ്ലൈന്റ് ചെയ്യും. അയ്യോ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കുട്ടി മലയാളിയാണല്ലേ? ഐ ആം സോറി. യു പ്ലീസ് കണ്ടിന്യൂ, ഐ വിൽ ലിസൺ. You arrive at these figures from our profit and loss ledgers. There are some previous balance. ഐ ആം സോറി. Are you mad, Farad? Stupid. സോറി. I'll ask the peon to take you to the storeroom. ഓക്കെ. இந்த மூட்டையெல்லாம் தூக்கி லாரில ஏத்திருப்பா. മൂട്ടയാ? ஆமா, மூட்டை. ഇതെന്തോന്ന് മൂട്ട ഫാക്ടറിയാ? അത് ശരി. അപ്പൊ ചുമടെടുക്കലാണ് ജോലി. എടാ ബാല, ദുഷ്ട.
എന്താണ് സാർ ഇതൊക്കെ? ഏതൊക്കെ? അവരെങ്ങനെ നമ്മുടെ ഓഫീസിലെത്തി? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ആരാന്ന് പറയൂ. അതേ CID കൾ അന്ന് കടപ്പുറത്ത് വെച്ച അറബികളായും പിന്നെ പോലീസുകാരുടെ സിവിൽ വേഷത്തിലും വന്ന അതേ CID കൾ. എവിടെയാ അവര്? ഒരു CID നമ്മുടെ ഗോഡൌണിൽ ചാക്കിട്ട് ചുമക്കുന്നു, മറ്റേ CID നമ്മുടെ ഓഫീസിൽ ഫയലുകൾ പരിശോധിക്കുന്നു. ഓ മൈ ഗോഡ്, ഇന്ന് ജോയിൻ ചെയ്തവര്. ഓഫീസിൽ കയറിപ്പറ്റി വിവരങ്ങൾ ശേഖരിച്ച് എന്നെ അകത്താക്കാനുള്ള പുറപ്പാടാണ്. ഇനി വൈകണ്ട, വൈകുന്നേരം മുതൽ അവരെ വിടാതെ പിന്തുടരുക. സാർ. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവർ ഡെഡ് ബോഡി റോഡിൽ കിടക്കണം. ശരി സാർ. എനിക്കെതിരെ നീങ്ങുന്നവർക്ക് അതായിരിക്കും അനുഭവം എന്ന് CID വിങ് മനസ്സിലാക്കട്ടെ. വിജയ, നമുക്കേ നല്ല ഒരു പ്ലാനിങ് വേണം. ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് തിങ്കളാഴ്ച ദോശ, ചൊവ്വാഴ്ച പുട്ട്, ബുധനാഴ്ച ഇഡ്ഡലി, വ്യാഴാഴ്ച ദോശപ്പുട്ട് ഇഡ്ഡലി എല്ലാം കൂടെ ഒന്നിച്ച് അടിമപ്പണി ഞാൻ നിർത്തി. നീ വലിയ ഓഫീസറല്ലേ, ഞാൻ ചുമട്ടുകാരൻ. പുട്ടും കൊട്ടും ഒക്കെ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളണം. നിന്റെ സ്വഭാവം വഷളായി വരും. എനിക്ക് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടാ. നീ ആ കള്ളം ബാലിനോട് ഒരു അക്ഷരം പറഞ്ഞോ? ഞാനും കോളേജിൽ പോയിട്ടുണ്ട്. പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി ഒന്നല്ല. ദോശ, പുട്ട്, ഇഡ്ഡലി. നീ ശരിയാവൂല. നീ ശരിയായല്ലോ, അത് മതി. நாங்களும் வேற வீடு பார்த்துட்டே இருக்கு. இப்படியே எவ்வளவு நாளா சொல்லிட்டு இருக்க போறீங்க நீங்க? இப்படி சொல்லி சொல்லியே காலம் நிலையெல்லாம் நினைக்கிறீங்களா? ஆமா, இனிமே என்ன சாக்கு போக்க അത് നമ്മുടെ ഓഫീസിലെ പെൺകുട്ടിയല്ലേ? ഏത് പെൺകുട്ടി? പെൺകുട്ടികളെ കാണുമ്പോൾ നിന്റെ ചാട്ടം വേണ്ടതാ? അവിടെ എന്തോ വഴക്ക് നടക്കാണ്. இல்லையா? இனிமே அதை பத்தி பேசி பிரயோஜனம் இல்ல. இங்க வேறையும் கொடுத்தனங்கள் இருக்கு. அவங்களுக்கும் தெரியும் தான் சொல்றேன். അമ്മ ഇങ്ങോട്ട് വന്നേ. എന്താ പ്രശ്നം? ഞാൻ ഇടപെട്ട് ശരിയാക്കണോ? അമ്മ വരുന്നേ. கடைசி தடவை சொல்றேன், இன்னும் ஒரு மாசம் டைம் தரோம். அதுக்குள்ள வீட்டை காலி பண்ணி അതെ അതെ, എന്നാ വിശേഷം? யாரா நீ? ദോ അന്ത വീട് താമസിക്കുന്നു. உனக்கு சேர்த்தாண்டா சொல்றேன். இங்க ஆஸ்பத்திரி கட்ட போறாங்க. ஒரு மாசத்துக்குள்ள வீட்டை காலி பண்ணி ஆகணும். പിന്നെ ഞങ്ങള് വാടക കൊടുക്കുന്ന വീട് കാലിയാണെന്നോ? അതൊന്നും പറ്റില്ല. ஏய், என்னடா சொன்ன? അല്ല, എന്നാ ചൊന്നിയാലും വീട് കാലി ചെയ്യാൻ പറ്റില്ല. സ്ത്രീകളോട് വഴക്കുണ്ടാക്കാൻ നടക്കുന്നോ? ഞങ്ങൾ ഇതുപോലെ ഒരുപാട് മെറ്റലുകൾ കണ്ടിട്ടാ വന്നിരിക്കുന്നത്. ആരേവന്മാര്? ஏய், தலைவர் கோவை வெங்கடேசன் யாருன்னு தெரியுமா? ആരായാലും അവന്റെ കോപം ഇവിടെ ചെലവാവില്ലെന്ന് പറഞ്ഞേരെ. அவனா? டேய், தலைவரை பத்தி தவறா சொன்ன பல்ல உடைச்சு உடைக்கிறா அவன். என்ன உடைக்க முடியா? ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. കൊല്ലിനും കൊലയ്ക്കും മടിയില്ലാത്ത കൂട്ടരാ. ഞാനും ഒട്ടും മോശമല്ല. അമ്മ ധൈര്യമായിട്ടിരിക്കണം. സത്യത്തിൽ എന്താ ഉണ്ടായത്? ഈ വീടുകൾ നിൽക്കുന്ന സ്ഥലം മുഴുവൻ സർക്കാരിന്റെ ആണത്രേ. കോവൈ വെങ്കടേശ്വരൻ എന്ന് പറയുന്ന ആള് മലയാളിയാ. സർക്കാരിലൊക്കെ അയക്ക് നല്ല പിടിപാടാ. ഈ കാണുന്ന വീടുകളും ചേരികളും എല്ലാം പൊളിച്ചു മാറ്റി ഒരു ആശുപത്രി ഉണ്ടാക്കാൻ സർക്കാർ അയാൾക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണെന്നാ പറയുന്നത്. ഒരു മനസമാധാനം ഇല്ല എന്റെ കുഞ്ഞെ. ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ വേറെ വീട് കെട്ടിത്തരാൻ പറയണം, അല്ലാതെ ഇവിടെ പോവാൻ. ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാനിപ്പോഴേ അറിഞ്ഞത്. നിനക്ക് നേരത്തെ പരിചയമുണ്ടോ? ഞങ്ങൾ ഒരേ കമ്പനിയിലെ സ്റ്റാഫാ. നീ അരി കഴുകി അടുപ്പത്തിട്ടാ. ഇത് വിജയൻ, ഞങ്ങളുടെ കമ്പനിയിലെ ഗോഡൌണില് ചുമടെടുക്കുന്നവനാ. ഈ വീടിന് എന്താ വാടക? 200 രൂപ. ഞങ്ങളുടെ വീടിന് 250. 180 അല്ലേ? ആയിരുന്നു, ഇപ്പൊ കൂട്ടി. ഓ, വീട്ടിലെ വേറെ ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ആ, എന്റെ വീട് തൃശ്ശൂരിനടുത്താണ്. ബികോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഏതുവരെ പഠിച്ചു? അവൾ ഒരുപാട് പഠിച്ചതാ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് അരി അടുപ്പത്തിടാൻ പറഞ്ഞത്. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ അറിയിച്ചാ മതി. കൂട്ടുകാരൻ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഏയ്, അടുക്കളയെ കുറച്ച് പണിയുണ്ട്. എനിക്കോ? അല്ല, ഞങ്ങൾക്ക്. വരട്ടെ. ഓ, നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേക്ക്. നീ എന്റെ റൂംമേറ്റാ, മുതലാളിയല്ല. അതാ ഞാനും പറഞ്ഞത്, റൂംമേറ്റാ, മുതലാളിയല്ല. കയറി ഭരിക്കരുത്. അരി കഴുകുക. ആണോ നീ? അരി കഴുകാൻ. കഴുകടാ അരി. ശമ്പളം കിട്ടിക്കഴിഞ്ഞാലുടൻ നാട്ടിൽ വരുന്നതാണ്. ഇനി എന്നെ പറ്റി ഓർത്ത് അമ്മ വിഷമിക്കരുത്. നമ്മുടെ കഷ്ടകാലം എല്ലാം മാറും അമ്മേ. മദിരാശി വലിയ പട്ടണമാണെങ്കിലും പാവങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ജീവിക്കാൻ സാധിക്കും. ഞാൻ നാട്ടിൽ വന്നാൽ അമ്മയും എന്നോടൊപ്പം വരണം. ഒരു 10 ദിവസമെങ്കിലും കൂടെ താമസിക്കണം.
ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മലയാളി കുടുംബമുണ്ട്. അവിടെ അവിടെ ആരാ? വാതിൽ തുറക്ക്. അതിൽ ഉറങ്ങാനാ? ഞാൻ AN ട്രേഡേഴ്സിൽ നിന്ന് വരിക. AN ട്രേഡേഴ്സ്. ആ, നിങ്ങൾ രണ്ടാളോടും പെട്ടെന്ന് എല്ലാം മുതലാളി പറഞ്ഞു. എന്താ ഈ രാത്രിയില്? പെട്ടെന്നൊരു അത്യാവശ്യ കാര്യത്തിന് പുലർച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ മുതലാളി അമേരിക്കയ്ക്ക് പോവുക. 1 മാസം കഴിഞ്ഞ് വരൂ. എല്ലാ സ്റ്റാഫിനെയും കണ്ട് ഒരു ജോലി ഏൽപ്പിച്ചിട്ട് പോകാനാ. ഓ, അത് ശരി. കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. തന്നെ? ഡാ വിജയ, ഡാ എണീക്കാൻ. ഡാ, മുതലാളി കാറ് കൊടുത്ത് അയച്ചിട്ടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാ വാ. MD എവിടെ? ഹലോ, എന്തിനാ നമ്മളെ തല്ലിയത്? ആരാ നമ്മളെ തല്ലിയത്?